തുടക്കം മുതലേ ഷാഫിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായി ബി ജെ പിക്കുള്ള അമർഷം നമുക്കറിയാം. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, മതേതരവാദിയായ ഒരു ചെറുപ്പക്കാരൻ, മതേതര കേരളത്തിൻ്റെ മനസ്സ് കവർന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയവുമായി നോക്കുമ്പോൾ അത് നമുക്ക് അനുവദിച്ചുകൂടാ. അതേ താല്പര്യത്തിലാണ് CPM-ഉം അതിനെ കാണുന്നത്. വടകര പോലൊരു മണ്ഡലത്തിൽ അവരുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ അവരുടെ ഏറ്റവും പ്രമുഖ എന്ന് അവർക്ക് അവതരിപ്പിക്കാവുന്ന കേരള രാഷ്ട്രീയത്തിലെ ശൈലജ ടീച്ചറിനെ 1-12 ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയപ്പോൾ ഷാഫി അവർക്കും കണ്ണുകടിയായി. അല്ല, ഇത് കേരള ചരിത്രത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമായി ഇതിനെ കാണാം. ഒരു കാര്യമുണ്ടല്ലോ, ജനപ്രതിനിധികൾ ആരും തന്നെ ദൈവപുത്രന്മാരെ ഇവിടെ അവതരിക്കപ്പെട്ടവരല്ല. സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന ഏത് വ്യക്തിയും ജനപ്രതിനിധികളാകുമ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ നന്മയും തിന്മയുടെ അംശം എല്ലാവരിലും ഉണ്ടാകും. അങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച ശ്രീ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ മാതൃകാപരമായി കോൺഗ്രസ് അതിൽ നിലപാടെടുത്തു. സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അദ്ദേഹം വഹിച്ചിരുന്ന പാർട്ടി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സാധാരണഗതിയിൽ അങ്ങനൊരു വീഴ്ച ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നെങ്കിൽ അവിടെ അവസാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതിനുശേഷം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സംയോജനം കാണുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ ടാർഗറ്റ് ചെയ്യുക BJP-യുടെ ആവശ്യമാണ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടിയെടുത്തിട്ടും BJP-യുടെ അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംയോജിച്ചതിൻ്റെ തെളിവെന്താണ്? ഷാഫി പറമ്പിലിനെ എന്തിന് വഴി തടയുന്നു? ഒരു യുക്തിപരമായ ആർക്കെങ്കിലും ബോധ്യപ്പെടുന്ന ഒരു മറുപടി പറ. തുടക്കം മുതലേ ഷാഫിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായി BJP-ക്കുള്ള അമർഷം നമുക്കറിയാം. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, മതേതരവാദിയായ ഒരു ചെറുപ്പക്കാരൻ, മതേതര കേരളത്തിൻ്റെ മനസ്സ് കവർന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുമ്പോൾ BJP-യുടെ രാഷ്ട്രീയവുമായി നോക്കുമ്പോൾ അത് നമുക്ക് അനുവദിച്ചുകൂടാ. അതേ താല്പര്യത്തിലാണ് CPM-ഉം അതിനെ കാണുന്നത്. വടകര പോലൊരു മണ്ഡലത്തിൽ അവരുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ അവരുടെ ഏറ്റവും പ്രമുഖ എന്ന് അവർക്ക് അവതരിപ്പിക്കാവുന്ന കേരള രാഷ്ട്രീയത്തിലെ ശൈലജ ടീച്ചറിനെ 1-12 ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയപ്പോൾ ഷാഫി അവർക്കും കണ്ണുകടിയായി. എന്നാൽ ഇതിൽ വളരെ വ്യക്തമാണ് ധാരണ. എന്താണ്? പാലക്കാട് ഞങ്ങൾ രാഹുലിനെ നോക്കിക്കോളാം, ബാക്കി വടകരയിൽ നിങ്ങൾ ഷാഫിയെ നോക്കിക്കോ എന്നുള്ള BJP CPM താല്പര്യമാണ് ഇതിൽ നിൽക്കുന്നത്. കൂടാതെ രണ്ടുപേർക്കും കൂടെ നമുക്ക് സതീശനെ നോക്കിക്കോളാം. ഇതല്ലേ കേരളം കാണുന്നത്? അല്ലെങ്കിൽ എന്ത് ന്യായീകരണമാണ് ഈ തരത്തിലേക്കൊരു സമര ആഭാസം നടത്തുന്നതിന്? എന്ത് ന്യായീകരണമാണുള്ളത്? ഈ ആദ്യമായിട്ടല്ലല്ലോ കെട്ടുകഥകൾ വരുന്നത്, കഥകൾ മെനഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു തെറ്റുണ്ടായി, വീഴ്ചയുണ്ടായ നടപടിയെടുത്തു. ഞാനതാണ് പറയുന്നത്. 2015 കാലഘട്ടത്തിൽ കേരളം കണ്ട ആ നീതിമാനായ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും വലിയൊരു സമൂഹത്തിനെ കൊണ്ട് അത് വിശ്വസിപ്പിക്കുകയും ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ ആവർത്തനം എന്നുള്ള നിലയിൽ ഒരു വീഴ്ചയെ മുതലാക്കി രാഷ്ട്രീയമായിട്ടുള്ള ഈ അവിശുദ്ധ ബന്ധം കേരളത്തെ അല്ലെങ്കിൽ ഈ ഇന്നത്തെ UDF-ൻ്റെ മുന്നേറ്റത്തെ തടയിടാമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നത്. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോകില്ല. ജീവിതം ദുസ്സഹമായി കഴിയുന്നവർ ഈ ഗവൺമെൻറ് ഒരു ദിവസം മുമ്പേ എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ് പിണറായിയെ പുറത്താക്കാൻ വേണ്ടി. അന്നേരം ഈ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിനോ LDF-നോ നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ. മാത്രവുമല്ല, ഇത് ഈ നിലയിലേക്ക് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ എന്തിന് ഷാഫിക്കെതിരെ സമരം ചെയ്യുന്നു? എന്തിന് VD സതീശൻ്റെ വീട്ടിലേക്ക് സമരം ചെയ്യുന്നു? അതിന് മറുപടി അവർ പറയണം. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവർ. അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്നതിലുള്ള അസഹിഷ്ണുതയാണ് BJP-ക്കും CPM-നും എന്ന് പറയേണ്ടി വരും.